സർവ്വഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ടൊന്ന് അറിയുവാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 21. ഒന്നാമത്തെ വായനാഭാഗം രൂത്ത് എന്ന പുസ്തകത്തിലെ 3ഉം 4ഉം അധ്യായങ്ങൾ. ഈ 3ഉം 4ഉം അധ്യായങ്ങൾ കൊണ്ട് ഈ രൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുകയാണ്. 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ രൂത്ത് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ. രൂത്തിൻ്റെ പുസ്തകം എഴുതിയതാരെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. ചിലരത് സാമുവേൽ പ്രവാചകൻ എഴുതിയെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ചില കാലക്കണക്കുകളൊക്കെ നോക്കിയപ്പോൾ പുസ്തകം എഴുതപ്പെട്ടത് ശമൂവേൽ പ്രവാചകൻ്റെ മരണശേഷമാണ് എന്നുള്ളത് അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ഏത് കാലഘട്ടത്തിൽ ആണെന്ന് അറിയില്ല. പക്ഷേ കാലഘട്ടം അറിയാം, പക്ഷെ ആരാണ് എഴുതിയതെന്നറിയില്ല. അത് നമ്മൾ വായിക്കുന്ന ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അത് എഴുതപ്പെട്ടത്. ബോവസിൻ്റെ അപ്പനെ ഒക്കെ നോക്കുമ്പോൾ, അപ്പനെയും അമ്മയും നോക്കുമ്പം നമുക്കത് കനാൻ ദേശത്ത് വന്നതിൻ്റെ വളരെ അടുത്ത കാലങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ബോവസ് എന്ന് പറയുന്ന വീണ്ടെടുപ്പുകാരനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ആ ബോവസിൻ്റെ അപ്പൻ്റെ പേര് എന്ന് പറയുന്നത് സൽമോനാണ്. ഇപ്പോൾ സൽമോൻ എൻ്റെ ഭാര്യ രാഹാബാണ്. അപ്പോൾ രാഹാബിൻ്റെയും സൽമോൻ്റെയും മകനാണ് ബോവസ്. രാഹാബിനെ നമുക്കറിയാം, ദേശം ഒറ്റുനോക്കാൻ വന്ന ഇസ്രായേല്യരെ സഹായിക്കുന്ന ഒരു സ്ത്രീയായി നമുക്ക് കാണാം. എരിഹോ പട്ടണത്തിൻ്റെ മതിലിൽ താമസിച്ചിരുന്ന രാഹാബ്. അപ്പോൾ ആ രാഹാബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ മകൻ ജനിക്കുന്നു, ബോവസ്. അപ്പോൾ ബോവസിൻ്റെ കാലമാണ് ഇപ്പോൾ. അപ്പം ചുരുങ്ങിയ വർഷങ്ങൾ തന്നെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 10, 30, 50 വർഷത്തിന് അപ്പുറം ആകത്തില്ല. അപ്പോൾ അതിനുള്ളിലാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് കാലഘട്ടം നമുക്ക് ക്ലിയറാണ്, പക്ഷേ എഴുതിയതായിരുന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. 3ാമത്തെ അധ്യായം. ഈ നവോമിയെ സംബന്ധിച്ചിടത്തോളം, നവോമിക്ക് വളരെ ചെറുപ്പമായ തൻ്റെ മരുമകൾ രൂത്തിന് ഒരു ഭാവി ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒരു ജീവിതമാകരുത്, ഒരു നല്ല ജീവിതം, നല്ല ഭൗതികമായി നന്മകൾ അനുഭവിക്കുന്ന ഒരു നല്ല ജീവിതം ആണ് നവോമി രൂത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അവൾ പറയുന്നത്, നമുക്ക് ബോവസ് നമ്മുടെ ചാർച്ചക്കാരനാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇന്ന് യവം തൂറ്റുന്നുണ്ട്. യവം തൂറ്റുമ്പോൾ അത് പതിരും ധാന്യമൊക്കെ മാറ്റി, അതായത് കളയൊക്കെ മാറ്റി എല്ലാം ഒതുക്കി യവം മാത്രം വേർതിരിക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യവത്തിൽ കാവൽ കിടക്കും രാത്രി. അപ്പോൾ രാത്രി അയാൾ കാവൽ കിടക്കും. നീ ഒരു കാര്യം ചെയ്യണം, അയാൾ ഉറങ്ങുന്നവരെ അയാൾ കാണരുത്. അയാളുടെ ഉറയം കഴിയുമ്പം ചെന്ന് പതുക്കെ അയാളുടെ പുതപ്പ് പൊക്കി ആ തലയിൽ മൂടി ഞാൻ കിടന്നോളാൻ പറയും. ഒരിക്കലും രൂത്തോ മോവാബിയോ മോശപ്പെട്ട സ്ത്രീകളായതുകൊണ്ടല്ല അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അത് ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ബോവസിനെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അർദ്ധരാത്രിയായപ്പം എഴുന്നേറ്റ് നോക്കുമ്പം തൻ്റെ കാൽച്ചുവട്ടിൽ ഈ പുതപ്പിനടിയിൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ആരാണെന്ന് നോക്കിയപ്പോൾ രൂത്താണ്. രൂത്ത്, നീ എന്താ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ രൂത്ത് പറഞ്ഞു, നീ ഞങ്ങളെ വീണ്ടെടുപ്പുകാരനാണല്ലോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ യോഗ്യമല്ലാത്ത നിസ്സാരന്മാരുടെ പുറകെ ഒന്നും പോകാതെ എൻ്റെ അവിടെ തന്നെ വന്നത് നന്നായി എന്ന് പറയുന്നുമുണ്ട്. ശരി, നീ കിടന്നോളൂ, രാവിലെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകാനും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുമ്പം അവൾക്ക് ആവശ്യമുള്ള അമ്മായി അമ്മയുടെ അടുത്ത് വെറും കൈയോടെ പോകണ്ട എന്ന് പറഞ്ഞ് ആ തുണിയിൽ പൊതിച്ചിരുന്ന പുതപ്പാന്ന് തോന്നുന്നു, അതിനകത്ത് 6 ഇടങ്ങഴി യവവും കൊടുത്ത് അയച്ചു. ഇത് ചെന്നപ്പോൾ ഇത് കണ്ട നവോമി പറഞ്ഞു, അയാൾ ഇന്ന് സ്വസ്ഥമായിരിക്കില്ല, ഇതിനൊരു കാര്യത്തിനൊരു തീർപ്പുണ്ടാകുന്നവരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല. 4ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്, ബോവസ് പട്ടണവാതിൽക്കൽ ചെന്നിരുന്നു. ബോവസ് ബോവസ് പറഞ്ഞിരുന്നു, ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഞാൻ അവനോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇവർ പിരിയുന്നത്.
ആ പട്ടണവാതിൽക്കൽ ചെന്നിരുന്നു. ആ വീണ്ടെടുപ്പുകാരനെ കണ്ടു. വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞു, ഇടാ ഇങ്ങനെ നവോമി ഒരു അവരുടെ വയലൊക്കെ വിൽക്കാനിരിക്കുന്നുണ്ട്, അത് നീ മേടിക്കണം, വീണ്ടെടുക്കണം എന്ന് പറയും. അതുപോലെ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറയും. അപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നവോമിയുടെ മരുമകൾ, അവളുടെ ഭർത്താവും ഒക്കെ മരിച്ചു പോയല്ലോ, നീ അവളെ ഭാര്യയായിട്ട് കൂടെ എടുത്ത് വീണ്ടെടുക്കണമെന്ന് പറയും. അയ്യോ എനിക്കത് പറ്റില്ല, അത് ചെയ്താൽ എൻ്റെ അവകാശം പോയി പോവും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ തന്നെ വീണ്ടെടുത്തോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ രണ്ടുപേരും വീണ്ടെടുക്കാനേ ഉള്ളൂ, നമ്മൾ രണ്ടുപേരും വീണ്ടെടുത്തില്ലേ പിന്നെ ആരും വീണ്ടെടുക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഒഴിഞ്ഞു. അപ്പം ബോവസ് ആഗ്രഹിച്ച പോലെ, ബോവസ് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നീങ്ങി. ബോവസ് അത് ഏറ്റെടുക്കുന്ന കാര്യം മൂപ്പന്മാരൊക്കെ പട്ടണവാതിക്കലിരിക്കുമ്പോൾ അവിടെ മൂപ്പന്മാരും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇത് സംഭവം നടക്കുന്നത്. അപ്പോൾ മൂപ്പന്മാരും ജനത്തിനോടൊക്കെ ഇത് അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതങ്ങനെ അന്നത്തെ കാലം നമുക്ക് സ്വന്തമായി പോയി അവിടെ കാര്യങ്ങൾ തീർക്കാനൊക്കത്തില്ല. അപ്പം അതിനൊരു അംഗീകാരം വേണം, ഒരു എഗ്രിമെൻ്റ് പോലെ വേണം. അവിടെ ചെരുപ്പ് ഇങ്ങോട്ടും കൊടുത്തത് ഉടമ്പടി ഉണ്ടാക്കുന്നൊരു ശീലം അങ്ങുണ്ട്. അപ്പോൾ അന്യോന്യം ചെരുപ്പ് കൈമാറിക്കൊണ്ട് അവർ ആ ഉടമ്പടി ചെയ്യുകയും അങ്ങനെ അത് പട്ടണത്തിലെ മൂപ്പന്മാരും ഒക്കെ സകല ജനവും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ, നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹവാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിൻ്റെ ഗ്രഹം താമാർ യഹൂദായ്ക്ക് പ്രസവിച്ച ഫേരസിൻ്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ. അത് കഴിഞ്ഞിട്ട് ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു, വിവാഹം കഴിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. ആ മകനാണ് നമ്മൾ ശൽമോൻ എന്ന് പറയുന്ന ആൾ, ശൽമോൻ. അപ്പോൾ അത് അങ്ങനെ ഒരു കുടുംബജീവിതം അവർ ആരംഭിക്കുകയും നവോമിക്ക് ഷൽമോൻ അല്ല, ഷൽമോൻ എന്ന് പറയുന്നത് ബോവസിൻ്റെ അപ്പൻ്റെ പേരാണ് ഷൽമോൻ. മകൻ്റെ പേര് ഓബേദ് എന്നാണ്. ഓബേദ് എന്ന മകൻ്റെ പേര്. പറഞ്ഞതിനോട് ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണേ. അപ്പൻ്റെ പേരാണ് ഷൽമോൻ. അമ്മയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹാബ്. അപ്പോൾ രാഹാബ് ഒക്കെ പുറപ്പെട്ടു വന്നിട്ട് രാഹാബിൻ്റെ മകൻ്റെ ഒരു കുട്ടി ജനിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഓബേദ്. ഒരു അപ്പൻ്റെ മകനും മകൻ്റെ കൊച്ചുമകനും ആയിരിക്കുന്ന ആ ഒരു ചെറിയ കാലമേ കനാൻ ദേശത്ത് വന്നിട്ട് ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഓബേദ് എന്ന് പറയുന്നത് ഇശായിയുടെ അപ്പനാണ്. ഇശായി എന്ന് പറയുന്നത് ദാവീദിൻ്റെ അപ്പനാണ്. അപ്പം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വംശാവലി വായിക്കുമ്പോൾ എന്താണ് നമ്മൾ വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഈ രൂത്ത് ഒരു പേര് ആയി വരികയാണ്, അമ്മമാരിൽ ഒരാളായി വരികയാണ്. അവരുടെ ഭർത്താവ് ബോവസ് ആ വംശാവലിയിൽ വരികയാണ്. ബോവസിൻ്റെ അമ്മയും അപ്പനും ആരാണ്? രാഹാബും ശൽമോനും ആ ഇതിൽ വംശാവലിയിൽ ഉൾപ്പെടുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ നീതീകരിക്കപ്പെട്ട പ്രവൃത്തിയാൽ, അവരുടെ നീതീകരിക്കപ്പെട്ട വിശ്വാസത്താൽ, രാഹാബ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവളാണ്, രൂത്തും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവളാണ്. ഇവർ രണ്ടുപേരെയും ദൈവം മാനിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രാഹാബിനെയും രൂത്തിനെയും ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരം ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ദൈവം ആർക്കും കടക്കാരനല്ല. അതുകൊണ്ടാണ് ഈ രൂത്തിൻ്റെ പുസ്തകം ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പുസ്തകമല്ല. രൂത്തിൻ്റെ പുസ്തകം ഇതിനകത്ത് ആവശ്യം വേണേൽ ഒഴിവാക്കാവുന്ന പുസ്തകമാണ്. പക്ഷേ എങ്ങനെ ഒഴിവാക്കും? ഇതിനകത്ത് ഈ രൂത്ത് ആരെന്നുള്ളത് കൃത്യമായി എഴുതപ്പെടുകയും ആ രൂത്താണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ വരുന്ന രൂത്ത് എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്യുന്ന ദൈവം അറിയിക്കുന്നതാണ് ഈ രൂത്തിൻ്റെ 4 പുസ്തകങ്ങൾ ഇവിടെ ചേർക്കപ്പെടാൻ കാരണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാ പുസ്തകങ്ങളും പറയുന്നുണ്ടല്ലോ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താനാണെങ്കിൽ ലോകത്തിലെ പുസ്തകങ്ങളൊന്നും തികയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല പുസ്തകങ്ങളും എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ചേർക്കാവുന്നതുണ്ടായിരുന്നിരിക്കണം. പലതും ഇതിനകത്ത് ചേർക്കപ്പെട്ടിട്ടില്ല.
എന്നാൽ രൂത്തിൻ്റെ പുസ്തകം ദൈവം ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ രൂത്ത് നമുക്ക് ബൈബിളിലൊരു പ്രധാനപ്പെട്ട ആളായി മാറുന്നു. രണ്ടാമത്തെ വായനാ ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം. ഈ അധ്യായത്തിലും കഴിഞ്ഞ അധ്യായങ്ങളെപ്പോലെ തന്നെ ദൈവത്തെക്കുറിച്ചും തൻ്റെ ജനമായ ഇസ്രായേലിനെക്കുറിച്ചും അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അവരുടെ ഭാവിയെ സംബന്ധിച്ചും അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചും പറയുന്ന പോലെ തന്നെ ഈ ദൈവത്തെക്കുറിച്ചും ഇസ്രായേൽ ജനത്തെക്കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ച് തുടർന്നും പറയുകയാണ്. ഇത് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വായനയുടെ അവസാനം കോരശ് എന്ന എൻ്റെ ദാസനെ, കോരശ് ഒരിക്കലും ഇസ്രായേലിയനല്ല, യഹൂദനല്ല എന്നിരിക്കെ അവിടെ പറഞ്ഞു, കോരശ് എന്ന എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും, യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനപ്പെടും. അപ്പം കോരശിൻ്റെ സഹായത്താൽ, കോരശിനാൽ യെരുശലേം പണിയപ്പെടുമെന്നാണ്. അപ്പോൾ യെരുശലേം പണിയപ്പെടണമെന്ന് ഇന്ന് അവിടെ യെരുശലേമുണ്ട്. ആ യെരുശലേം തകർക്കപ്പെടും എന്നുള്ളത് ദൈവത്തിനറിയാം. അത് പണിയപ്പെടുമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ തുടക്കം യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആര്? ഈ നമ്മൾ ഇന്ന് വായിക്കുന്ന യെശയ്യാ പുസ്തകത്തിൻ്റെ 45-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അപ്പോൾ കോരശിനെ മഹത്വപ്പെടുത്തുകയാണ്, കോരശിനെ വലിയവനാക്കുകയാണ്. കോരശിന് അതിനു മുമ്പുണ്ടായിരുന്ന കൽദയ രാജാവിനും പാഴ്സി രാജാവിനും ഒക്കെ മേളിൽ അവരെയൊക്കെ തോൽപ്പിച്ച് അവരുടെ ആ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ദൈവം. അതാണ് നമ്മൾ വായിക്കും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേൽ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് നീ ഇല്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിൻ്റെ അരമുറുക്കിയിരിക്കുന്നു. കോരശിൻ്റെയാണ്. സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. എന്നിട്ട് പറയാണ്, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയുണ്ടാക്കുന്നു. അപ്പം നന്മയുണ്ടാക്കുന്ന ദൈവവും തിന്മയുണ്ടാക്കുന്നത് പിശാചും എന്ന ഉപദേശമാണ് ലോകത്താകമാനമുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയും ഞാൻ തന്നെ. രണ്ടും ദൈവമാണ് സൃഷ്ടിക്കുന്നത്. രണ്ടിൻ്റെയും ഉടയവൻ ദൈവം തന്നെ. രണ്ടും ദൈവത്താലാണ് ഉളവായി വരുന്നത്. യഹോവയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് ആദ്യ ഭാഗങ്ങൾ പറയുന്നത്. പിന്നെയും കുറച്ച് താഴോട്ട് വരുമ്പോൾ ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്ത് വിരിച്ചു അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചു. സകല സൈന്യം എന്ന് പറയുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാണ്, ഏഞ്ചൽസിനെ കുറിച്ചാണ്. ഞാൻ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. അവൻ്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എൻ്റെ നഗരം പണിയും, വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കും. അപ്പോൾ ഇത് ഈ കോരശിനെ കുറിച്ച് പറഞ്ഞിട്ട് താഴോട്ട് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രവാസികളെ വിട്ടയക്കും. ആരാണ് പ്രവാസിയായിട്ട് കൊണ്ടുപോകുന്നത്? കൽദയരാണ് പ്രവാസിയായിട്ട് കൊണ്ടുപോകുന്നത്. അവ പ്രവാസകാലം കഴിഞ്ഞ് 70 വർഷക്കാലം കഴിഞ്ഞ് അവരെ വിടുവിച്ച് നാട്ടിലേക്ക് അയക്കുന്നത്. എസ്രായേൽ പുസ്തകം ആദ്യത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ദൈവം കോരശിൻ്റെ മനസ്സുണർത്തുകയും നിങ്ങൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിൻ്റെ മന്ദിരം പണിയുക, ആലയം പണിയുക എന്നൊക്കെയും അങ്ങോട്ട് പറഞ്ഞ് അവരെ വിടുന്നതാണ്. അതിനകത്ത് എസ്ര അതിനകത്ത് അപേക്ഷയ്ക്ക് എന്തോ ചെയ്യും. എസ്ര ഈ രാജാവുമായിട്ട് ഇത്തിരി ബന്ധമുള്ള ആളാണ്. അപ്പം അങ്ങനെ എസ്രയുടെ വിഷമം കണ്ടിട്ട് ചോദിക്കുകയാണ്. അപ്പം എന്നാണ് എൻ്റെ ഓർമ്മ, ആ സംഭവം നെഹമ്യാവ് വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ നെഹമ്യാവിനോട് രാജാവ് ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനല്ല. എസ്രായുടെ പുസ്തകത്തിൽ രാജാവ് തന്നെയാണ് ഒരു വിളംബരം പ്രഖ്യാപിച്ചിട്ട് കോരശ് വിളംബരം ചെയ്ത് അങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറപ്പെട്ടു പോകാനൊക്കെ പറഞ്ഞിട്ട് വിളംബരം കൊടുക്കുകയാണ്. അവിടെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ്റെ മനസ്സുണർത്തുകയും യെരുശലേമിലെ അല്ലെങ്കിൽ യഹൂദായിലെ പ്രവാസികളെ മടക്കി അയക്കുന്നതിൻ്റെ ആരംഭം കുറിക്കുന്നതൊക്കെ ഈ കോരശ് എന്ന് പറയുന്ന രാജാവാണ്. അത് തന്നെയാണ് നമ്മളിവിടെ വായിക്കുന്നതും. ഇസ്രായേൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
70 പേരായിട്ട് മിസ്രൈമിലേക്ക് കടന്നു പോകുന്നതിനും കാരണക്കാരൻ ദൈവമാണ്. അത് ദൈവം പറയും, നന്മയും തിന്മയും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടതുമായൊരു കാര്യം, 70 പേര് ദൈവത്താൽ മിസ്രൈമിൽ ചെന്നു. അവർ 430 വർഷക്കാലം അവിടെ ജീവിച്ച് സന്താനങ്ങളായി പെരുകി ലക്ഷക്കണക്കിന് ആളായി. അവിടെ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നതും ദൈവമാണ്. കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതും കനാൻ ദേശം വിഭജിച്ചു കൊടുക്കുന്നതും പാർപ്പിക്കുന്നതും ഒക്കെ അത് ദൈവം തന്നെയാണ്. അവരോട് കൽപ്പനകൾ കൊടുത്തിട്ട് അത് അനുസരിക്കണമെന്ന് പറയും. അത് അനുസരിക്കാതിരിക്കുമ്പോൾ അവർക്ക് ശിക്ഷകൾ അയക്കുന്നതും ദൈവം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രവാസത്തിലേക്ക് പോകാനിടയാക്കുന്നതും ദൈവം തന്നെയാണ്. യെരുശലേം ദേവാലയം ഇടിക്കപ്പെടുന്നതും ദൈവം തന്നെയാണ്. അവർ 70 വർഷം കഴിഞ്ഞ് തിരിച്ച് തങ്ങളുടെ ദേശത്തേക്ക് വരുന്നതും ദൈവത്താലാണ്. അതിന് കാരണമായിരിക്കുന്ന ഈ രാജാവിനെ, അതിന് കൽദേരെ ഉണർത്തിക്കൊണ്ട് വരുന്നതും ദൈവമാണ്. കൽദേർക്ക് ശേഷം മേദ്യരെ കൊണ്ടുവരുന്നത്, അത് ദാനിയേൽ കാണുന്ന ആ ബിംബത്തിൻ്റെ സ്വപ്നത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. ഒരു ആകാശം മുട്ട നിൽക്കുന്ന ഒരു ബിംബം, അതിൻ്റെ തല സ്വർണം, അങ്ങ് താഴോട്ട് വന്ന് ഏറ്റവും താഴെ മണ്ണ് ഒക്കെ ആയിരിക്കുന്ന ആ പ്രതിമയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ ഉയർന്നിരിക്കുന്ന ബിംബത്തിൻ്റെ തല സ്വർണം എന്ന് പറയുന്നത് രാജാവ് അങ്ങ് തന്നെ, നെബൂഖദ്നേസറായ അങ്ങ് തന്നെയാണെന്ന് ദാനിയേൽ അവിടെ അതിനെ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ആ ദൈവിക പദ്ധതി ദൈവം നേരത്തെ തന്നെ അറിയിച്ചതാണ്. അപ്പം അങ്ങനെയാണ് കൽദേർ വരുന്നതും മേദ്യർ വരുന്നതും, അതേസമയം ഇപ്പം പാഴ്സി രാജാവ് കോരശ് വരുന്നത്. അപ്പോൾ കോരശിലൂടെയാണ് ഈ വിടുവിക്കൽ ആരംഭിക്കുന്നത്. അത് നമ്മൾ കാണുന്നത്. അതിൻ്റെ താഴോട്ട് വരുമ്പം ഈ കോരശിനോട് തന്നെ പറയുന്നതായിട്ട്, മിസ്രൈമിൻ്റെ അധ്വാന ഫലവും കൂശിൻ്റെ വ്യാപാര ഫലവും ദീർഘകായന്മാരായ സെബായരും നിൻ്റെ അടുക്കൽ കടന്നു വന്ന് നിന്നെ കൈവശമാകും. അവർ നിൻ്റെ പിന്നാലെ നടക്കും. ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി നിൻ്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. ഇസ്രായേലിൻ്റെ ദൈവം രക്ഷിതമായുള്ളവ, നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവർ എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും. ഇസ്രായേലോ യഹോവയാൽ രക്ഷയ്ക്കായിട്ടല്ല, രക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്ന് പോവുകയില്ല. അത് കഴിഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നത്, ഞാൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തം, നമുക്ക് ഒരു വാഗ്ദത്തമല്ല, ശാശ്വതമായ ആ ഒരു സ്ഥിര വാഗ്ദത്തം, ആ വാഗ്ദത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതെന്താണ്? നീ കാണുന്ന ഭൂമിയൊക്കെ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്നാണ്. അപ്പോൾ ശാശ്വതമായി ഭൂമിയെ കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ പലരും പറയുന്നത് എന്താണ്? ഭൂമി തകർന്നു പോകും, പൊളിഞ്ഞു പോകും, ഇല്ലാതായി പോകും, നാസ്തിയായി പോകും എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഭൂമിയെ നിർമ്മിച്ചുകൊണ്ട് അത് ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ. അപ്പോൾ പാർപ്പിനായിട്ട് സൃഷ്ടിച്ച ഭൂമി അത് ഉറപ്പിച്ചു എന്നാണ്, സ്ഥിരമാക്കിയെന്നാണ്. നമുക്ക് അതിനെ സംബന്ധിച്ച് 2-3 വാക്യങ്ങളോട് നോക്കാം. ഒന്ന്, സങ്കീർത്തനങ്ങൾ 78-ാം അധ്യായത്തിൻ്റെ 69 വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെ. താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയല്ല, ദൈവം ഭൂമിയെ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുകയാണെന്നാണ് ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് 104-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഭൂമിയെ ഒരിക്കലും ഇളകിപ്പോകാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ അതാണ് കാണുന്നത്, ഭൂമി സ്ഥിരമാക്കിയിരിക്കുന്നു, സ്ഥിരമായിട്ട് ഭൂമി ഉണ്ടെന്ന്. ഇനി സഭാപ്രസംഗി 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, സഭാപ്രസംഗി 1:4 വായിക്കുന്നത്, ഭൂമിയോ ഇങ്ങനെയാണ്: ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ഇത് വേറെയും വാക്യങ്ങൾ നമ്മൾ ബൈബിളിൽ കാണാം, ഭൂമിയെ സ്ഥിരമാക്കിയിരിക്കുന്നതും ഭൂമി. പക്ഷേ എന്നാൽ ഭൂമി പൊട്ടുന്നു, കീറുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഭൂമി പല പ്രാവശ്യം ഇളകിയിട്ടില്ലേ? ഭൂമി ഇളകിയിട്ടുണ്ട്, ഭൂമി ഭൂകമ്പത്താൽ ഇതായിട്ടുണ്ട്, ഭൂമി അഗ്നിപർവ്വതങ്ങളാൽ ഇല്ല, അങ്ങനെ അത് ഭാഗങ്ങളായിട്ടാണ്. ഇപ്പം ഭൂമിക്കടിയിലെ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഭൂമി മൊത്തത്തിൽ കുലുങ്ങും, കെട്ടിടങ്ങളൊക്കെ താഴെ പോവും, ചില പ്രദേശം തന്നെ ഇല്ലാതായി, കാണാൻ അറിയാതാവും. ഇതിവിടെ ഉണ്ടായിരുന്നൊരു പട്ടണം, ഇപ്പം നമുക്ക് അറിയാമല്ലോ, ചില സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുഴിക്കുമ്പോൾ അതിനകത്തൊരു പട്ടണം, ഒരു രാജകൊട്ടാരവും പട്ടണവും ഒക്കെ കാണുന്നത്. എങ്ങനെയാണ് ഇതെങ്ങനെ ആയത്? അപ്പോൾ ഇതൊക്കെയും ഭൂമിയിലുണ്ടാകുന്ന ചേഞ്ചസാൽ മണ്ണ് അതിൻ്റെ മുകളിൽ വന്ന് മൂടിയിട്ട്
അതൊക്കെ മറയപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിച്ചപ്പോഴും ഭൂമി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമി നശിച്ചു പോകും, ഇല്ലതായിപ്പോവും, ഇവിടെ മനുഷ്യനുണ്ടാകുകയില്ല എന്നുള്ളതല്ല. നീ നീ സദാകാലത്തേക്ക് സ്ഥിരമാക്കിയിരിക്കണം. അതാണ് അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തം. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും, അല്ലെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നത് നിനക്ക് നിൻ്റെ സന്തതിക്കും. സന്തതി എന്ന് പറയുന്നത് അനേകരെക്കുറിച്ചല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് അത്രയും ഗലാത്യർ 3 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയെ അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതിക്കും, അബ്രഹാമിൻ്റെ സന്തതി യേശുക്രിസ്തു ആണെങ്കിൽ ആ സന്തതിയിലൂടെ അബ്രഹാമിൻ്റെ സന്തതിയും ദൈവത്തിൻ്റെ സന്തതിയും ആയിത്തീർന്ന നമ്മൾ ഓരോരുത്തരും, അവർക്കേണ്ടവർക്ക് മാത്രമല്ല, അതിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ, ആ പ്രിയം വെച്ചവരെ നമ്മളാണെങ്കിൽ നമുക്കും ഈ ഭൂമി എന്നുവെന്നേക്കും ശാശ്വതമായി അനുഭവിക്കാൻ, അബ്രഹാമിൻ്റെ കൂടെയും യേശുക്രിസ്തുവിൻ്റെ കൂടെയും അനുഭവിക്കാനുള്ള അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഭൂമി നശിച്ചു പോകും, ഇവിടെ ഇല്ലാതായി പോവും, അത് നശിച്ചു പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അതിൽ ഇല്ലാതായി പോകുന്ന ഇവിടെ അധികാരങ്ങളെല്ലാം ഇല്ലാതായിപ്പോവും. ഈ കാണുന്ന അധികാരങ്ങളൊന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ അധികാരം ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് മാത്രമായി ഇത് മാറും. അധികാരങ്ങളെല്ലാം മാറും. പ്രജകൾ തമ്മിൽ തല്ലുകയും അല്ലെങ്കിൽ രാജ്യത്തോട് വിഘടിക്കുകയും ദൈവത്തെ, ഭൂരിപക്ഷം പേരും യഥാർത്ഥ ദൈവത്തെ അറിയാത്തവരുമല്ല. എല്ലാവരും ദൈവത്തെ അറിയുന്ന, എല്ലാവരും സ്നേഹത്തിലും സന്തോഷത്തിലും ബഹുമാനത്തിലും കരുണയിലും ഒക്കെ ജീവിക്കുന്ന ഒറ്റ ജനം, ഒരു ജനം, ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ. അത് ഇന്നൊരു പ്രദേശത്ത് നിൽക്കുന്ന ഇസ്രായേലാണെങ്കിൽ ജാതികളും എല്ലാ മനുഷ്യരും ചേർന്ന് വരുന്ന ഒരു ആത്മീയമായ ഒരു ഇസ്രായേൽ, ഒരു ഭൗതികമായ ഒരു ഇസ്രായേൽ എന്ന മനുഷ്യൻ്റെ മക്കൾ മാത്രമല്ല, ദൈവം ഇസ്രായേൽ എന്ന് കാണുന്ന ഭൂമിയിലെ സകല മനുഷ്യരും ചേർന്ന് വരുന്നൊരു ഇസ്രായേൽ. ആ ഒരൊറ്റ രാജ്യമേ അന്ന് കാണുകയുള്ളൂ, ഒരൊറ്റ ദൈവമേ ഉണ്ടാവുകയുള്ളൂ, ഒരൊറ്റ ക്രിസ്തുവേ ഉണ്ടാവുകയുള്ളൂ, ഒരൊറ്റ ജനമേ ഉണ്ടാവുകയുള്ളൂ, ഒരൊറ്റ രാജ്യമേ ഉണ്ടാവുകയുള്ളൂ. അത് ഭൂമി മുഴുവൻ ആയിരിക്കുന്ന ഒരു രാജ്യമാണ്. അല്ലാതെ നമ്മൾ ഭൂരിപക്ഷം പേരും സ്വർഗത്തിലേക്ക് പോകുന്നൊരു കാര്യത്തെ സംബന്ധിച്ച് ബൈബിളിലില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭൂമി വാഗ്ദത്തം ഭൂമിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ വേറെ വചനഭാഗങ്ങളൊക്കെയും വെച്ച് അതിനെ പരിശോധിച്ചിട്ട് അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചിട്ട് ഏതാണ് ദൈവം പറഞ്ഞത്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്, അതോ ഭൂമിയാണോ നമുക്ക് നിത്യജീവൻ പ്രാപിച്ച് പാർക്കാൻ ദൈവം തരുന്നത് എന്നും നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി ഇതിലെ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, കാണിച്ചു തരുവീൻ, അവർ കൂടി ആലോചിക്കട്ടെ, പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്യുന്നവൻ ഞാനല്ലയോ? അപ്പോൾ നമ്മളെല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ കൂടി ആലോചിക്കുക, നിങ്ങൾ എന്നിട്ട് അന്വേഷിക്കുക, എന്നിട്ട് ഇത് തന്നെയാണോ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് പ്രസ്താവിച്ച ആൾ ഞാനാണ്, യഹോവയായ ഞാനാണ് ഇത് പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞിരിക്കുമ്പം നിങ്ങൾ വേറെ കാര്യമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ഞാനല്ലയോ, യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനൊരു ദൈവം രക്ഷിതാവുമില്ല. സകല സീമാവാസികളുമേ, ഇസ്രായേലരുടെ മാത്രമല്ല, സകല ഭൂസീമാവാസികളുമായുള്ളവരുവേ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് ദൈവം തന്നെ കൊണ്ട് തന്നെ നാണയിടുകയാണ്. എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെ പറയുകയാണ്, എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും. അപ്പം അത് ഇന്നല്ലെങ്കിൽ ഒരു നാൾ ഭൂമിയിലെ സർവ്വ മനുഷ്യരും, ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യരും ഈ ദൈവം യഥാർത്ഥ ദൈവമാരും തിരിച്ചറിയുകയും ആ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ഇത് തന്നെയാണ് ദൈവം എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയും. ഇന്നുള്ളവർ പറയണമെന്നില്ല, പക്ഷെ ഒരു കാലത്ത് പറയും എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞ് ഇതിൽ അവസാനിപ്പിക്കുന്നത്. യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. അപ്പോൾ അവിടെ പറയുന്ന ഇസ്രായേൽ എനിക്ക് ഒരു ചെറിയ ഇസ്രായേലോ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു സങ്കുചിത ഇസ്രായേൽ, ആ വാക്ക് പ്രയോഗിക്കാമെന്ന് എനിക്കറിയില്ല, സങ്കുചിത ഇസ്രായേൽ ആയിരിക്കുന്നൊരവസ്ഥയല്ല, ഒരു വിശാല ഇസ്രായേൽ, ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ഇസ്രായേൽ. ആ ഇസ്രായേൽ അത് അവിടെയാണ് നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചത്.
ജാതികളോട് പറയുന്നത് സകല ഭൂസീമാവാസികളുമേ. അതിനകത്ത് ഇസ്രായേൽ മാത്രം, ഇസ്രായേൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിനേക്കാളും എത്രയോ ഇരട്ടി ആൾക്കാർ ലോകത്തുള്ള സകല ജനവുമായിട്ട് ആ കാലത്തുണ്ടാവും. അപ്പോൾ അത് എന്നാൽ മൊത്തം ലോകത്തിൻ്റെ ഇതുവരെയുള്ള കാലം പരിശോധിച്ചാൽ അതിൽ ഇസ്രായേൽ തന്നെ ആയിരിക്കും കൂടുതൽ. പക്ഷേ ആ കാലത്ത് സംഭവിക്കുന്ന കാലത്ത് നോക്കുമ്പോൾ ആ കാലത്തെ ഇസ്രായേലും മനം തിരിഞ്ഞു വരുന്ന ജാതികളും കൂടെ നോക്കുമ്പോൾ ആ കാലത്തെ ആൾക്കാർ കൂടുതലും ജാതികളിൽ നിന്ന് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ യഹോവയിൽ ഇസ്രായേൽ സന്തതി എല്ലാം നീതീകരിക്കപ്പെട്ടു പോകും. അപ്പോൾ ഞാനും ഇസ്രായേലിനാണ്, ഞാൻ യേശുക്രിസ്തുവിനെ ഈ സത്യത്താൽ സ്വീകരിച്ച് സ്നാനപ്പെട്ടപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിൻ്റെ പൈതലായി. ഞാൻ ദൈവത്തിൻ്റെ പൈതലായപ്പോൾ അബ്രഹാമിൻ്റെ പൈതലായിരിക്കുന്ന യേശുക്രിസ്തു അബ്രഹാമിൻ്റെ പൈതലായതുകൊണ്ട് ഞാൻ അബ്രഹാമിൻ്റെ പൈതലായി. യേശുക്രിസ്തു യഹൂദനായതുകൊണ്ട് ഞാൻ യഹൂദനായി. യേശുക്രിസ്തു ഇസ്രായേലിനായതുകൊണ്ട് ഞാൻ ഇസ്രായേലിനായി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ഞാനും നിത്യജീവൻ പ്രാപിക്കും. യേശുക്രിസ്തുവിനെ എന്നേക്കും ജീവിക്കാൻ പറ്റുന്ന ഭൂമിയിൽ ജീവിക്കാനുള്ള വാഗ്ദത്തമുള്ളത് കൊണ്ട് ആ വാഗ്ദത്തം നിവൃത്തിയാകുന്ന കാലം അതിനുശേഷം ഞാനും യേശുക്രിസ്തുവിനോടുകൂടെ നിത്യജീവൻ പ്രാപിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ വാഴും. ഇതൊക്കെയാണ് ഇതിൻ്റെ അങ്ങനെ ആ ഇസ്രായേൽ, ഞാനും ഇസ്രായേൽ എന്ന് പറഞ്ഞതിൻ്റെ ചേർത്താണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ അവസാനം പറഞ്ഞത്. അങ്ങനെ സർവ്വ ഇസ്രായേലും നീതീകരിക്കപ്പെട്ട് പുകഴും എന്ന് വായിച്ചുകൊണ്ടാണ് ഈ 45-ാം അധ്യായം അവസാനിക്കുന്നത്. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന പുസ്തകം. പൊതുവേ അതിനെ വെളിപ്പാട് പുസ്തകം എന്ന് പറയും. എന്നാൽ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ പുസ്തകം ജൂലൈ 1-ാം തീയതി വായിച്ച് അവസാനിക്കപ്പെടും. അതായത് ജനുവരി 1 മുതൽ ജൂൺ 30 അതിന് വായനയ്ക്ക് ക്രമീകരിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ജൂലൈ 1-ന് ഈ വായനാഭാഗം അവസാനിക്കും. എന്നിട്ട് ജൂലൈയിൽ വീണ്ടും മത്തായിയുടെ സുവിശേഷം മുതൽ വീണ്ടും വായിച്ചിട്ട് അത് ഡിസംബർ 31-ന് അവസാനിക്കും. പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്നാൽ, നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ബൈബിൾ റീഡിംഗ് പ്ലാനറുണ്ട്. മുമ്പും ഈ വിവരം താങ്കളെ അറിയിച്ചിട്ടുണ്ട്. പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാണെങ്കിൽ അത് പുതിയ അറിയിപ്പായിട്ട് ആയിരിക്കും ഇത് കേൾക്കുക. അപ്പം പറഞ്ഞു വരുന്നത്, ഒരു വർഷം ഈ പ്ലാനർ ക്രമപ്രകാരം വായിച്ചാൽ പുതിയ നിയമം 2 പ്രാവശ്യം വായിച്ചു തീർക്കാനും പഴയ നിയമം 1 പ്രാവശ്യം വായിച്ചു തീർക്കാനും കഴിയും. കാരണം പുസ്തകങ്ങൾ കൂടുതൽ പഴയ നിയമത്തിലാണല്ലോ ഉള്ളത്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ പഴയ നിയമം 1 പ്രാവശ്യം വായിച്ചു തീർക്കാൻ കഴിയും. എന്നാൽ 6 മാസം വീതം സമയം എടുത്തുകൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന പുതിയ നിയമം അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം വായിക്കാൻ കഴിയും. അപ്പോൾ പ്ലാനർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ദൂരെയാണെങ്കിൽ തപാലിൽ അയച്ചു തരാം. ഇല്ല, തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാണെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരാം. അത് ഒരെണ്ണമല്ല, കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകം അടിവരയിട്ട് പറയുന്നു, താല്പര്യമുള്ളവർക്ക് പ്ലാനർ എത്തിച്ചു തരാം. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. ഗ്രീക്കിൽ അപ്പോക്കാലിപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് മറനീക്കി പുറത്ത് കാണിക്കുക എന്ന അർത്ഥമാണ് ആ അപ്പോക്കാലിപ്സിനുള്ളത്. അത് ഗ്രീക്ക് വാക്കാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഗ്രീക്കിൽ. എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുക. അപ്പോൾ മറഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തി. അപ്പം അങ്ങനെ മലയാളത്തിൽ ഈ വെളിപ്പാട് എന്ന പേര് വളരെ അന്വർത്ഥവുമാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വെളിപാട് പുസ്തകം പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല വ്യാഖ്യാനങ്ങളും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുമാണ്. പക്ഷേ അത് കൃത്യമാണോ, അത് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ അത്ര കൃത്യമായി നമുക്കത് അങ്ങനെയാണ് എന്ന് പറയാനും കഴിയില്ല. കുറേ കാര്യങ്ങൾ അങ്ങനെയും കുറേ കാര്യങ്ങൾ അല്ലാതെയും ഒക്കെ ഉണ്ട്.
അത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തു അറിയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ, ഉപദേശങ്ങളായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ, ഇനി മനസ്സിലായില്ലെങ്കിൽ തന്നെ ഉപമകളാൽ സംസാരിച്ച് ഇത് മനസ്സിലാക്കണം എന്നുദ്ദേശിച്ച് തന്നെയാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വെളിപ്പാട് പുസ്തകം അത്തരത്തിൽ മനസ്സിലാക്കണം എന്നുദ്ദേശിച്ചിട്ടല്ല ദൈവം അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് മനസ്സിലാകുകയില്ല. പിന്നെ എന്തിനാണത് എഴുതിയത് എന്ന് ചോദിക്കാം. അത് എന്തായാലും ഇതിലെ സംഭവങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. ദൈവം ഉറപ്പിച്ച ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തന്നെയാണ് അതൊക്കെ നടന്നിട്ടുള്ളത് എന്ന് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് തിരിച്ചറിയപ്പെടണം, മനസ്സിലാകണം. ഇത് ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അത് കീഴ്പ്പെടണം. അല്ലെങ്കിൽ അന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാതെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഭാരപ്പെടുകയോ വേദനപ്പെടുകയോ ചെയ്യാതെ അതിനെ ദൈവികമാണ് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാനും അതിനെ സഹിക്കാനും ഉള്ള കെൽപ്പ് എന്നുള്ള ജനങ്ങൾക്ക് ലഭിക്കണം. അപ്പം അങ്ങനെ പല ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഇത് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യമായി അതങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുമില്ല. ഒന്നാമത്തെ നമുക്കിന്ന് വായിക്കാനുള്ളത് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ 2 അധ്യായങ്ങളാണ്. തുടക്കം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. യോഹന്നാന് ഉണ്ടായ വെളിപ്പാട്, യോഹന്നാന് ലഭിച്ച വെളിപ്പാട്, അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അത് എങ്ങനെയാണ് അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ മുമ്പിൽ അത് കാഴ്ചപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്. അപ്പം ദൈവം അത് യേശുക്രിസ്തു മുഖാന്തരം, അത് ദൂതൻ മുഖാന്തരം യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ അത് കണ്ടു. യോഹന്നാന് ചില കാഴ്ചകൾ കാണുന്നുണ്ട്. ആ കാണുന്ന കാഴ്ചകളൊക്കെ അതൊരു പുസ്തകത്തിൽ എഴുതി. നമുക്ക് വായിച്ചു നോക്കാം. കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? താൻ കണ്ടതിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് എഴുതി. ഇതാണ് സാക്ഷീകരിക്കാതെ. ഞാൻ കണ്ട കാര്യം പറയുന്നതിനാണ് സാക്ഷി ആളിനെയാണ് സാക്ഷി എന്ന് പറയുക. കണ്ട കാര്യം പറയുന്ന ആളിനെയാണ് സാക്ഷീകരിച്ചു എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ പറയുന്നത്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിച്ച് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. സമയം അടുത്തിരിക്കുന്നു. ഇത് 7 സഭകൾ, അത് ആസിയയിലെ 7 സഭകളുണ്ട്. ആ സഭകളുടെ പേരുകൾ എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവദോക്കിയ എന്നീ 7 സഭകൾക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അവിടെ 7 സഭകൾക്ക് എഴുതുന്ന കത്തുകളായിട്ടാണ് ഇതിൽ ഈ 2 അധ്യായങ്ങൾ നമുക്ക് കാണുന്നത്. അതിൽ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുമ്പം മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് മുമ്പ് ജീവൻ വെച്ച വേറെ ആളുകളുണ്ടല്ലോ. ലാസർ മരിച്ച ലാസറിനെ യേശു എഴുന്നേൽപ്പിച്ചില്ലേ. പിന്നെന്താ ആദ്യജാതൻ എന്ന് പറയുന്നത്? മറ്റൊന്നും കൊണ്ടല്ല. ആ എഴുന്നേറ്റവരൊക്കെ പിന്നീട് ഒരു പ്രായ സമയമായപ്പോൾ അവർ മരിച്ചു. യേശുക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റിട്ട് പിന്നെ മരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരുവനേ ഉള്ളൂ. അങ്ങനെ ആദ്യം ജനിച്ച ഒരു ആളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ തരത്തിലാണ് യേശുക്രിസ്തു ആദ്യജാതനാകുന്നത്. അതുമാത്രമല്ല, ദൈവരാജ്യത്തിലെ ആദ്യജാതനും യേശുക്രിസ്തുവാണ്. ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾ കൃപ. അപ്പോൾ ആരാണ് യേശുക്രിസ്തു? നമ്മളിവിടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായി എന്ന് പറയുമ്പോൾ ഇന്ന് അധിപതി ആയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല, പക്ഷേ അധിപതി ആകേണ്ടവനാണ് എന്നുള്ള കാര്യത്തിൽ
ദൈവം അറിയിച്ച അറിയിപ്പുകളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ ഭൂമിയിലെ രാജാക്കന്മാരുടെയൊക്കെയും മേളിൽ ഒരു രാജാവെന്ന രീതിയിൽ വരാനിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. അതാണ് ബൈബിളിൻ്റെ ടീച്ചിങ്, അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, ബൈബിളിൻ്റെ ഉപദേശം. മറ്റോ, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തുന്നു. ആര്? ഇസ്രായേലർക്ക് മാത്രമല്ല, ഇത് വായിക്കുന്നവർക്ക് ആർക്കും മാത്രമല്ല, ക്രിസ്തുവിലുള്ളവർക്ക്. അപ്പോൾ അവർക്ക് രാജ്യം, ദൈവത്തിൻ്റെ നമ്മെ രാജ്യമാക്കി, ഇസ്രായേലിൽ നിന്ന് രാജ്യത്തിനകത്താക്കി നമ്മൾ രാജ്യം, ആ രാജ്യത്തിലെ പൗരനാക്കി നമ്മളെ രാജകീയ പുരോഹിതവർക്കുമുണ്ട്. ആ തരത്തിൽ പുരോഹിതന്മാരും ആക്കി തീർത്തവനായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആൽഫ എന്ന് പറഞ്ഞാൽ ആദ്യം, ഒമേഗ എന്ന് പറഞ്ഞാൽ അവസാനം. ഇത് എനിക്ക് റോമൻ ആണോ ഗ്രീക്കാണോ എന്നറിയത്തില്ല, ഗ്രീക്കായിരിക്കും. ഗ്രീക്ക് ആൽഫബറ്റിൽ, അക്ഷരമാലയിൽ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ എ എന്ന ആദ്യത്തതിനും അവസാനത്തിന് സെഡ് എന്നും പറയുന്നത് പോലെ, ഇവിടെ ആദ്യത്തെ ആ അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരം ആൽഫ, അവസാനത്തെ അക്ഷരം ഒമേഗ. അപ്പോൾ ആദ്യവും അവസാനവും, ആദ്യനും അന്ത്യനും ആയവനായ സർവശക്തനായ ദൈവം എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട്, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അപ്പോൾ പത്മോസിൽ നാടുകടത്തപ്പെട്ട് ആണ് ഈ യോഹന്നാൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ. യേശുക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ, എല്ലാ ശിഷ്യന്മാരെയും സ്നേഹിച്ചിട്ടുണ്ട്. ഈ ഒരു യോഹന്നാൻ എന്ന ശിഷ്യൻ മാത്രമേ പ്രായമൊക്കെയായി സാധാരണ ആൾക്കാർ മരിക്കുന്നത് പോലെ മരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളാകുകയായിരുന്നു, പത്രോസ് ഉൾപ്പെടെ. അപ്പോൾ അതിലൊരു വ്യത്യാസമായ ഒരു മരണം ഉണ്ടാകുന്നത് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യൻ മാത്രമാണ്. അപ്പോൾ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിൻ്റെ ഒരു ദിവസത്തിൽ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മർന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലഡൽഫിയ, ലവദോക്കിയ എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് ഞാൻ കാണുവാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട്, യേശുക്രിസ്തുവിനോട് സദൃശ്യനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുലയിലിട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ കയ്യിൽ 7 നക്ഷത്രമുണ്ട്. ഈ സത്യത്തിൽ ഇതൊന്നും അവിടെ ഇല്ല കേട്ടോ. ഇതെല്ലാം ദൈവത്തിൻ്റെ ദൂതൻ കാണിച്ചു കൊടുക്കുന്നൊരു കാഴ്ചയാണ്. ആ കാഴ്ച കണ്ടതുപോലെ എഴുതിയിരിക്കുകയാണ് യോഹന്നാൻ. നമുക്ക് വായിക്കുമ്പോൾ തോന്നി ഇതൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളതല്ല, ഇത് കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരിടത്തുള്ളതിൻ്റെ അതേ കാഴ്ച തന്നെ ആയിരിക്കാം. പക്ഷേ ഇത് അവിടെ യഥാർത്ഥത്തിൽ അതില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ ഇരുവായ്ത്തലയുള്ള വാളെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് വചനത്തെയാണ്. അപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് വാൾ തന്നെയായിട്ടാണ്. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കയും എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞ ഞാൻ ആദ്യനും അന്ത്യനും എന്ന ആ ഒരു കാര്യം ഇവിടെ യേശുക്രിസ്തുവും പറയുകയാണ്. ഇവിടെ യേശുക്രിസ്തു ആദ്യനും അന്ത്യനുമാകുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു ആദ്യം മുതലേ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. അന്ത്യനുമാണ്. യേശുക്രിസ്തു ഇനി എന്നേക്കും ജീവിച്ച് അവസാനം വരെ, അവസാനം എന്നാൽ ഇനി അവസാനമില്ല, അങ്ങനെ ദൈവത്തിന് അവസാനമില്ലാത്തതുപോലെ തന്നെ ഈ യേശുക്രിസ്തുവിന് അവസാനമില്ല. നിത്യജീവൻ പ്രാപിക്കുന്ന ആർക്കും അവസാനമില്ല. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു യേശുക്രിസ്തുവും പറയുകയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു.
മരണത്തിൻ്റെയും പാതാളത്തെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻവിളക്കിൻ്റെ വിവരവും എഴുതുക. അപ്പോൾ 7 നക്ഷത്രം എന്താണ്, 7 പൊൻവിളക്ക് എന്താണ്, അത് ദൈവം തന്നെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ നമുക്ക് പല പല വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് വന്നേനെ. അപ്പോൾ അങ്ങനെ അതൊരു ഉദാഹരണമാണ്, നമുക്കത് മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണമാണ്. ഇവിടെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളുമാകുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായി അത് 7 നക്ഷത്രം എന്താണ്, 7 നിലവിളക്ക് എന്താണെന്ന് എഴുതി. ഇത് എഴുതിയിരുന്നില്ലെങ്കിൽ നമ്മൾ 7 നക്ഷത്രത്തെ നമ്മൾ ഓരോരുത്തരും വായിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചേനെ. ഇവിടെ 7 നിലവിളക്ക് എന്ന് പറയുന്നതും നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ അപ്പോഴത്തെ മനോനിലയനുസരിച്ച് നമ്മൾ പലതും വ്യാഖ്യാനിച്ചേനെ. ഇത് തന്നെയാണ് ഈ പുസ്തകത്തിലെ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ഉദാഹരണം എന്ന് പറയുന്ന നിലയിൽ പറയാം. ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് പറയാത്ത കാര്യങ്ങളാണ്. 7 മൃഗങ്ങൾ, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗങ്ങളല്ല. അതിനെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതെന്താണെന്ന് അവിടെ എഴുതിയിട്ടുമില്ല. അങ്ങനെ എഴുതിയിട്ടുള്ളതുകൊണ്ട് എഴുതാത്തതുണ്ട്. അപ്പോൾ എഴുതാത്തതും എഴുതിയതുമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് മനുഷ്യന് വായിക്കുന്നവർക്ക് ഓരോരുത്തരും പല രീതിയിലത് അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ അറിയുക. 2-ാമത്തെ അധ്യായത്തിൽ സഭയുടെ ദൂതന് എഴുതുന്ന എഴുത്തുകൾ ആരംഭിക്കുകയാണ്. അത് ഈ 2-ാം അധ്യായത്തിൽ 4 സഭകൾക്ക്, ആദ്യത്തെ 4 സഭകൾ, ആദ്യത്തെ ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞ 4 സഭകൾക്കുള്ള ഇത് മാത്രമാണ് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ 3-ാം അധ്യായത്തിലാണ്. അപ്പോൾ ആദ്യം എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നാണ് ആദ്യത്തേത്. എഫെസോസിലെ സഭയുടെ ദൂതനുള്ള കത്താണ് ആദ്യത്തേത്. എഫെസോസിലെ സഭയുടെ ആൾക്കാരോട് പറയുന്നത്, ഞാൻ നിൻ്റെ നടപ്പ്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളാരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന പേര് പറഞ്ഞ് വരുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു നല്ല ഒരു അഭിനന്ദനത്തിൻ്റെ ലിസ്റ്റാണ് അവിടെ പറയുന്നത്. ആ സഭയിലെ വിശ്വാസികൾക്കുള്ള ക്വാളിറ്റീസ്, വളരെ വലിയ ക്വാളിറ്റീസാണ് അവിടെ പറയുന്നത്. അത് ദൈവത്തിനത് പറയുന്നതിന് ഒരു മടിയുമില്ല. പക്ഷേ അത് മാത്രമല്ല ദൈവം പറയുന്നത്. ദൈവം ആരുടെ ആയാലും ആ കുറവുകളും അവിടെ വന്നുപോയ തെറ്റുകളും ദൈവം അവിടെ പറയും. ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പറയുന്നത്, എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എന്നിട്ട് ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതിനെ കുറിച്ചുകൂടെ പറയാം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലോവിയറുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഇത് സഭയാണോ ഇത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞത്, അതായത് സഭയിലെ വിശ്വാസികളാണോ? സത്യം പറഞ്ഞാൽ സഭയിലെ വിശ്വാസികളാണ് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളോടും വ്യക്തിപരമായി നമ്മളോട് ഓരോരുത്തരും, ഞാൻ ഈ സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന താങ്കളോടും പറയുന്ന കാര്യം ഇതാണ്: നീ എൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിനക്കുണ്ട്. അപ്പം നമ്മളെ പരിശോധിക്കണം. എനിക്ക് ആദ്യ സ്നേഹം, ദൈവത്തോടുള്ള ആദ്യ സ്നേഹം, വിശ്വാസത്തിലേക്ക് വരുന്ന സമയം, സ്നാനമെടുക്കുന്ന സമയം ഒക്കെ ഉണ്ടായിരുന്ന ദൈവത്തോടുള്ള സ്നേഹം, ബഹുമാനം, ആ കൽപ്പനകൾ അനുസരിക്കാനുള്ള താല്പര്യം, ദൈവത്തെ പറ്റിച്ചേർന്ന് നിൽക്കാനുള്ള വലിയ വികാരം, ഇതൊക്കെ ഇന്ന് ഉണ്ടോ അതോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിലേക്ക് മടങ്ങി വരാനാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇത് വ്യക്തികളോടാണ് പറയുന്നതെന്നുള്ളത് അതിൻ്റെ താഴെ 7-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ആത്മാവ് സഭയോടാണ് പറയുന്നത്, ദൈവം സഭയോടാണ് പറയുന്നത്. പക്ഷെ കേൾക്കേണ്ടത് അത് വ്യക്തിപരമാണ്, സഭയോട് പറയുന്നതല്ല. പറയുമ്പോൾ അങ്ങനെ പറയാനൊക്കുള്ളൂ, ഓരോരുത്തരും വിളിച്ചു നിർത്തി പറയാനൊക്കത്തില്ല, പൊതുവായിട്ട് പറയാനൊക്കത്തുള്ളൂ. പൊതുവായി പറയുകയും, പക്ഷേ ആ കേൾക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ ഞാനത് കേൾക്കണം. എന്നിട്ട് എനിക്ക് എന്ത് തിരുത്തൽ വരുത്താനുണ്ടോ ആ തിരുത്തൽ വരുത്തി ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണം. അങ്ങനെ ജയിക്കുന്നവന് ഞാൻ ദൈവവൃക്ഷത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇപ്പം ഇവിടെ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പറയുമ്പം മറ്റൊരു സഭയ്ക്ക് എഴുതുമ്പം വേറൊരു കാര്യം കൊടുക്കുമെന്നാണ്. ഇതെല്ലാം
നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ പൂർണ്ണമായും ഒറ്റ കാര്യമല്ല, ചിലത് വ്യത്യാസമുണ്ട്. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം. രണ്ടാമത്, സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ വെളിപ്പെടുത്തുന്നത്. ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും പക്ഷേ നീ ധനവാനാകുന്നതാനും ഞങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അപ്പം യഹൂദരായവരെന്ന് പറയുന്നവർ അവർ സാത്താൻ്റെ പള്ളിക്കാരുടെ അവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അപ്പോൾ വരാനിരിക്കുന്ന ഒരു ഉപദ്രവത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഈ 10 ദിവസം ഉപദ്രവം എന്ന് പറയുമ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് മാറും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നതും വരാനിരിക്കുന്നതുമായ പല കഷ്ടങ്ങളും അതൊന്നും ശാശ്വതമല്ല. അതൊരു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കഷ്ടം വരുമ്പോൾ അതിൽ വീണു പോവുകയും വിശ്വസ്തരല്ലാതിരിക്കുകയും വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യാതെ അതിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കഷ്ടം വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും, പ്രയാസം വരും, വേദനകൾ വരും. ഇത് അല്പകാലത്തേക്ക് ഉള്ളൂ എന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ അതിനപ്പുറത്ത് വരാനിരിക്കുന്ന നന്മയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം. ഇതിനപ്പുറത്തൊരു വിടുതലുണ്ട്, ഇതിനപ്പുറത്തൊരു സൗഖ്യമുണ്ട്, ഇതിനപ്പുറത്തൊരു സമാധാനമുണ്ട്, ഇതിനപ്പുറത്തൊരു വിടുതലുണ്ട് എന്ന് പറഞ്ഞ് ആ കഷ്ടത്തെ അതുപോലെ തന്നെ നിസ്സാരമായി കാണാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മളവിടെ നമ്മൾ ആ കഷ്ടത്തിലും വിശ്വസ്തരായി ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നേരത്തെ എന്താണ് കണ്ടത്? ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുന്നത്. ഇവിടെ പറയുന്നത് ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് വ്യക്തിപരമായി തന്നെയാണ്. ഇതെല്ലാതും അങ്ങനെ തന്നെയാണ്. അടുത്തത് പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. അവിടെ അവരോട് പറയാനിരിക്കുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അന്തിപ്പാസ് എന്ന ഒരു സഹോദരനെ കൊല്ലുമ്പോൾ സാധാരണ എന്ത് സംഭവിക്കും? യേശുക്രിസ്തുവിനെ കൊന്നപ്പോൾ ആളുകൾ ചിതറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. സ്തെഫാനസിനെ കൊന്നപ്പോൾ എന്ത് പറ്റി? അപ്പോൾ അതെല്ലാം ആൾക്കാർ അവിടെ നിന്ന് വേറെ ഭാഗങ്ങളിലേക്കൊക്കെ ഓടിപ്പോകുമ്പോഴും അവർ വിശ്വാസം വിട്ടിട്ടല്ല. ചിലർ വിശ്വാസം വിടും, ചിലർ വിശ്വാസം വിടത്തില്ല. പക്ഷേ അവിടെ നിന്നാൽ ജീവൻ അപകടം എന്നുള്ളത് കൊണ്ട് സ്തെഫാനസിൻ്റെ കാലത്ത് അവരവിടെ നിന്ന് പോയി വേറെ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല, അത് കാത്തുകൊണ്ടുവന്നാണ്. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പോൾ അവരെ നീ വിലക്കുന്നില്ല, അവരെ ഒഴിവാക്കുന്നില്ല, അവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമം നടത്തുന്നില്ല, അവരെ ശാസിക്കുന്നില്ല എന്നുള്ളതാണ്. അവണ്ണം നിക്കോലോവിയരുടെ ഉപദേശം കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് എന്ത് പറയുന്നത്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അപ്പം അതൊരു പുതിയ പേര് ലഭിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന, ഇന്ന് നമുക്ക് നമ്മുടെ അപ്പനമ്മമാർ ഇട്ട പേരുകൾ, ഇനി ഒരു പേര് നമുക്ക് ഇടാനുണ്ട്, നമുക്കൊരു പേര് ലഭിക്കും. ആ പേര് ലഭിക്കുന്നവൻ മാത്രമേ അറിയുള്ളൂ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പോയാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കൊരു പുതിയ പേര് തരും, ആ പേര് നിനക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ, നിനക്ക് തന്ന ആ വെള്ളക്കല്ലിന്മേൽ അത് എഴുതിയിട്ടുണ്ട് താനും. അതാണ് അവിടെ. ഇനി നാലാമത് നമ്മൾ കാണുന്നത് തുയഥൈരയിലെ സഭേൻ്റെ ദൂതൻ എഴുതാനാണ്. ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്നൊരു സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അപ്പോൾ തുയഥൈരയിലെ സഭയിൽ നടക്കുന്ന ഒരു തെറ്റായ കാര്യത്തെയാണ് ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർക്ക് നല്ല സാക്ഷ്യമുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്കുള്ള, വിശ്വാസികൾ എന്ന നിലയ്ക്കുള്ള. അത് ആദ്യകാലത്തുള്ളതിനേക്കാളും കൂടുതൽ തീവ്രമായിട്ട് തന്നെ അവരുടെ കയ്യിലുണ്ട്. മറ്റേ നമ്മൾ എഫെസോസിലെ ദൂതനോട് പറയുമ്പോൾ എന്താണ്? ആദ്യ വിശ്വാസം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറവ്. ഇവിടെ അങ്ങനെയല്ല, ആദ്യ വിശ്വാസം വിട്ടു എന്നല്ല. ഇവിടെ ആദ്യ വിശ്വാസത്തെക്കാളും തീവ്രമായി തന്നെ അവർ കൂടുതൽ മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അവിടെ ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്നാനും
ഉപദേശിക്കുന്ന ഒരു ഒരു ഇസബേൽ ഒരാൾ. അപ്പോൾ ആ ഇസബേലിനെ അത് അനുവദിക്കുന്നു എന്നുള്ളത്, ഈ ഇസബേൽ ചിലപ്പം ഇസബേൽ തന്നെ ആകണമെന്നില്ല, പഴയ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിൻ്റെ ഒരു 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 പിന്നെ ആ പേര് വെച്ചിട്ടായിരിക്കും ഇവിടെ ചിലപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി ആകണമെന്നില്ല. അത് ആ ഇസബേൽ അങ്ങനെയായിരുന്നല്ലോ. ഇസബേൽ അഹാബിനെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇസബേൽ ഒരിക്കലും ഇസ്രായേലി സ്ത്രീ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനായ അഹാബിനെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യിച്ചിട്ടുണ്ട്. വിഗ്രഹവും ദൈവത്തിൻ്റെ ആരാധന സംബന്ധിച്ച് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു സ്ത്രീയെ ഇവിടെ, അല്ലെങ്കിൽ ഒരാളിനെ, അല്ലെങ്കിൽ ഉപദേശം നടത്തുന്ന ആളുകളെ ഇവിടെ, ചിലപ്പോൾ അത് പുരുഷനായിരിക്കാം, അല്ലെങ്കിൽ ആ കൂട്ടരെയായിരിക്കാം പറയുന്നത്. എന്തായാലും ആ ഇസബേലിനെ പോലെ ഒരു ഇസബേൽ ഇവിടെ, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. അപ്പം അങ്ങനെയാണ് ആ തുയഥൈരയിൽ സഭയോട് പറയുന്ന കാര്യം. അവസാനം പറയും, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ എനിക്ക്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. യേശുക്രിസ്തുവിന് ഉള്ളതല്ല, ഉണ്ടായിരുന്നതല്ല. യേശുക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവം കൊടുത്തതാണെന്നാണ്. അപ്പോൾ ദൈവം കൊടുത്തതല്ലാതെ യേശുക്രിസ്തുവിനൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, എൻ്റെ ഉപദേശം എൻ്റേതല്ല, പിതാവ് എനിക്ക് തന്ന ഉപദേശമാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തതുപോലെ, അങ്ങനെയാണ് കൊടുത്തതുപോലെ, എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ആർക്കാണ്? വേറെ പലർക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. അപ്പോൾ ഇവിടെ ദ്വൈതരയിലെ സഭയിലെ ദൂതനോട് പറയുമ്പോൾ അവിടെ അവന് ഉദയനക്ഷത്രവും കൊടുക്കുമെന്നാണ് ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ അധ്യായം അവസാനം. ഇപ്പോൾ 4 സഭകളോടുള്ള എഴുത്തുകൾ ആയിട്ട് ആണ് ഇവിടെ നീ എഴുതുക, ഈ 4 സഭകളുടെ ദൂതന്മാർക്ക് എഴുതുക. അപ്പോൾ 4 സഭകളുടെ ദൂതന്മാർക്ക് എഴുതി 4 സഭകൾക്കും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ എഴുതി യോഹന്നാൻ അത് വെളിപ്പെട്ട കാര്യങ്ങൾ യോഹന്നാനി എഴുതി. നമ്മൾ വായിച്ച കാര്യങ്ങളെല്ലാം അത് യോഹന്നാന് വെളിപ്പെട്ട കാര്യങ്ങളാണ്. വെളിപ്പെട്ട കാര്യങ്ങൾ യോഹന്നാൻ പുസ്തകത്തിലാക്കിയതാണ് നമ്മൾ ഇന്ന് ഇവിടെ വായിച്ചു തുടങ്ങിയത്. 22 അധ്യായങ്ങളുണ്ട്. വലിയ വലിയ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇനിയും വായിക്കും. അതുവരെയും ശ്രദ്ധയോടെ ഇരിക്കാം. പക്ഷേ ഇതൊരു വായിച്ച് ഇതിലെ അർത്ഥങ്ങളോ കാര്യങ്ങളോ പൂർണ്ണമായി പറയാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം അത് ദൈവം ഇപ്പോഴും മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ശ്രമിക്കാം. ഒരു തരത്തിലെങ്കിലും നമുക്ക് ദൈവം മനസ്സിലാക്കി തരാൻ വേണ്ടി വെച്ച കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ ശ്രമിച്ച് ഈ വായന മുന്നോട്ട് പോയി നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഈ 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു.